എന്താവശ്യം വന്നാലും അല്ലെങ്കിൽ ആർക്ക് എന്തെങ്കിലും വന്നാൽ ആദ്യം മുന്നിൽ നിന്ന് എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കുട്ടിയത്. അപ്പോൾ എല്ലാം ആ കുറച്ച് 3 പേരുണ്ട്. അവരുടെ അവരുടെ അഹങ്കാരത്തിൻ്റെ അവരുടെ ഇതിൻ്റെയാണ്. ഇത് ഇന്നും ഇന്നലെ അല്ലായിരുന്നു, തുടങ്ങി അന്ന് തൊട്ട് ഞാൻ പറഞ്ഞതാണ്. അതൊന്നും കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവരുടെ ഭാവി പോയപ്പോൾ എനിക്ക് മാത്രം നെഗറ്റീവാണ് പോയത്. അതിന് മുമ്പായിട്ട് അതിനകത്ത് പറയുക സസ്പെൻഷനോ എന്തൊക്കെയോ. ഞാൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ എല്ലാ ദിവസവും വിളിച്ചിട്ട് അവൾ കരഞ്ഞിട്ട് ഈ കാര്യം പറയും. എന്നിട്ട് അതിനകത്തൊരു പെണ്ണുണ്ട് അലീന എന്ന് പറഞ്ഞിട്ട്, അവളിവിടെ തല്ലാൻ വേണ്ടി ഓങ്ങി. അവൾക്ക് നല്ല സൈസ് അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, വളരെ കുഞ്ഞായിട്ട് വലിയ സൈസൊന്നും ഇല്ലാത്തതാണ്. അതിന് അവൾ തല്ലാൻ വേണ്ടി ഓങ്ങി അവൾ പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം. 100% അമ്മു ചെയ്യില്ല. കാരണം അമ്മുവിന് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ പോലും എന്നെ ആദ്യം വിളിക്കും. അച്ഛനമ്മയെ വിളിക്കുമ്പോൾ എന്നെ വിളിക്കുന്നതാണ്. ഞാൻ സംസാരിക്കുക, എടാ ഇങ്ങനെയാണ്, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും അമ്മു അങ്ങനെ ചിന്തിക്കുന്ന പോലത്തെ ഒരു കുട്ടിയല്ല. ചിന്തിക്കത്തുമില്ല. പാവമാണ്, ബോൾഡാണ്. ഈ സാധനം ചിന്തിക്കില്ല. എനിക്ക് ഇന്ന് മുതൽ 22 വർഷം ജനിച്ച് അന്ന് എൻ്റെ കയ്യിൽ, അച്ഛന് മുമ്പ് എൻ്റെ കൈ തന്ന കുഞ്ഞാ. ഞാനാ ഇതാക്കിയത്. ചെയ്തിട്ടില്ല. ഉറപ്പാണ് ഇത് ആത്മഹത്യ അല്ല. അത് ഏതറ്റം ഈ പറഞ്ഞ അമ്മുവിൻ്റെ തന്നെ ഈ പറഞ്ഞ ഗ്രൂപ്പിലുള്ള പിള്ളേർ, ഹോസ്റ്റൽ, കോളേജ്, ഇതെല്ലാത്തിനും എനിക്ക് സംശയമുണ്ട്. ആംബുലൻസിലുള്ള അവരെ എനിക്ക് സംശയമുണ്ട്. അതിൻ്റെ ഇടയിൽ അവർ ഇന്നലെയും കൂടെ എൻ്റെ അടുത്ത് പിന്നെയും പറഞ്ഞു, ശ്രീകാര്യം വരെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അച്ഛനത് ചോദിച്ചു. അച്ഛനും അമ്മയും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മുവിനെ തോടുന്ന സമയത്ത് നമ്മൾ തണുത്തിട്ടിരിക്കുവാന്ന്. 15 മിനിറ്റ് 20 മിനിറ്റ് അങ്ങനെ തണുക്കുമോ? ഇവരെല്ലാം കൂടെ കൊന്നതാണ്. കോളേജും അവരും പിള്ളേരും എല്ലാവരും കൂടെ ഇത് മനഃപൂർവ്വം കെട്ടി അടയ്ക്കാൻ നോക്കുന്നതാണ്. അപ്പൊ കള്ളത്തരം എന്തോ മൂടി വെക്കാൻ വേണ്ടി ഇവരെല്ലാവരും ഒരുമിച്ച് നോക്കുന്നത്. എന്താ സംഭവം എന്ന് എനിക്ക് എൻ്റെ അവിടെ സ്കൂളിൽ കോളേജിലൊരു ടൂർ പോകുന്നുണ്ട്. അതിന് ടൂർ കോർഡിനേറ്റർ ആക്കിയെന്ന് മാഡം പറഞ്ഞപ്പോൾ തൊട്ടാണ് കൂടുതൽ പ്രശ്നങ്ങളാവുന്നത്. അപ്പം അവൾ പോകുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ മോൻ്റെ അടുത്ത് ചെന്നൈക്ക് പോകാൻ വേണ്ടി ഇവരുടെ ടൂറിൻ്റെ അന്ന് തന്നെ രാവിലെ ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് ഇവർ വരുന്നതിൻ്റെ അന്ന് തിരിച്ച് വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ എടുത്ത് അത് അവളുടെ മൊബൈലിനകത്തുണ്ട്. മൊബൈൽ നമ്മുടെ കയ്യിലില്ല ഇപ്പോൾ, എടുത്ത് കൊടുത്തിരിക്കുന്നതൊക്കെ. അപ്പം അത് പറഞ്ഞതിൻ്റെ അന്ന് ഉച്ചയായപ്പോഴേക്ക് ക്ലാസ്സിലെ 3 കുട്ടികൾ കൂടി പറഞ്ഞ്, നീ ടൂറിന് വരുവാണെങ്കിൽ ക്ലാസ്സിലെ പകുതിയും കൂടുതലും കുട്ടികൾ വരില്ല എന്ന് പറഞ്ഞ് അവളെ ക്ലാസ്സിലിരിക്കുമായിരുന്നു. ക്ലാസ്സിലിരുന്ന് അവളെ വേറൊരു കുട്ടിയെ കൊണ്ട് വിളിപ്പിച്ചടുപ്പിച്ച് ശുചിമുറിയുടെ അവളെ കൊണ്ടുപോയി വെച്ച് അവളെ തല്ലി ഇങ്ങനെ ഓങ്ങി വന്ന് തല്ലിയപ്പോഴേക്കുമാണ് വേറൊരു കൊച്ചു തടസ്സം പിടിച്ച് ആ കൊണ്ടുപോയതില്ലേ. അപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാതുണ്ട്. അവൾ അവിടെ നിന്ന് ഇറങ്ങി ഓടി നേരെ ക്ലാസ് റൂമിൽ ചെന്ന് എങ്ങനെയാണ് ചെന്ന് നമുക്കോടെ അറിഞ്ഞുകൂടെ ടീച്ചറിൻ്റെ അടുത്ത് ചെന്നപ്പോഴേക്കും ടീച്ചറിനോട് പറഞ്ഞു, എനിക്കൊന്നും പറയാൻ പറ്റുന്നു. ടീച്ചർ പറഞ്ഞു, നീ സ്റ്റാഫ് റൂമിൽ ഇരിക്കും, ഞാൻ ചെന്ന് ചോദിക്കാമെന്ന് പറഞ്ഞാൽ എന്നാലും ടീച്ചർ ക്ലാസ്സിൽ ചെന്നെന്ന് പറഞ്ഞതെന്ന് നമുക്കറിയില്ല. ടീച്ചർ കുറേ സമയം കഴിഞ്ഞാൽ വന്നെന്ന് പറഞ്ഞു. പിന്നെ അവളെ കുറേ എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാണ് തിരിച്ചു വന്നത്. അന്ന് തൊട്ടാണ് എൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ മെൻ്റൽ ഹരാസ്മെൻറ്റ് എൻ്റെ കുഞ്ഞിന് ഒട്ടും സഹിക്കാൻ പറ്റിയിട്ടില്ല. ക്യാമ്പ് നടത്തി, മെഡിക്കൽ ക്യാമ്പ് നടത്തിയപ്പോഴേക്കും 88,000 രൂപ ഇവർക്ക് ബാലൻസ് വന്നു. 88,000 രൂപ ബാലൻസ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി അത് ഈ ഗാങ് ലീഡേഴ്സ് എല്ലാവരും കൂടെ പറഞ്ഞ്, ഇനി അത് പ്രിൻസിപ്പളിനോട് നമുക്ക് പറയണ്ട, അത് നമുക്ക് ടൂറിന് പോകുമ്പോഴേക്കും എല്ലാവർക്കും കൂടി വീതിച്ചെടുക്കാമെന്ന് പറഞ്ഞു. അതിന് കുറച്ച് പൈസ മതിയല്ലോ ഒന്ന്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവൾ ടൂറിന് പോകുന്നില്ലല്ലോ. അപ്പോൾ ഇവൾ പറഞ്ഞു, അത് പറ്റൂല, എൻ്റെ പൈസ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ ടൂറിന് വരുന്നില്ല, നിങ്ങളുടെ ബസ്സിലേ പറഞ്ഞതല്ലേ എന്ന്. അപ്പോൾ അവർ വേറെ ഒരു കുട്ടിയും കൂടി ഉണ്ട്, ലുധിയ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, അതും പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ലുധിയയ്ക്ക് പൈസ തരൂല, ലുധിയ ഇപ്പോഴല്ലേ പറഞ്ഞത്. അപ്പോൾ ലുധിയ പറഞ്ഞു, എന്നാൽ ഞാൻ പ്രിൻസിപ്പൽ സാറിനോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭീഷണിയുടെ പേരിൽ ആ കുട്ടിയും ഇവർക്ക് 2 പേർക്കും 1000 രൂപ അക്കൗണ്ട് വഴി ഇവരുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ഫോൺ നമ്മുടെ കയ്യിലില്ല, ഫോണിലുണ്ട്. 1000 രൂപ വന്നിട്ടുണ്ടെന്ന് അവൾ പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ മറന്നുപോയി പറഞ്ഞത്, അക്കൗണ്ടിൽ ക്യാഷ് വന്നത് പറഞ്ഞു. പക്ഷേ അതിന് മുമ്പിൽ അപ്പം ഈ ക്യാഷിൻ്റെ കാര്യം ഇനി നമ്മൾ ചെല്ലുമ്പോൾ ഇനിയിപ്പം അത് കഴിഞ്ഞപ്പോഴേക്കുമാണ് ഈ ലോകബുക്കിൻ്റെ കാര്യത്തിന് വീണ്ടും ഞാൻ ടീച്ചറിനെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ നിങ്ങളല്ലേ പറഞ്ഞത് ഇനി യാതൊരുവിധ പ്രശ്നം ഉണ്ടാവില്ല, പ്രിൻസിപ്പൾ പറഞ്ഞതല്ല. അപ്പോൾ ഈ കുട്ടികൾ വീണ്ടും അടങ്ങിയിരിക്കാതിരിക്കുന്ന ഭയങ്കര പ്രശ്നമല്ലേ. അങ്ങനെ ഒരു പരാതി രണ്ടാമത് നമ്മൾ വാട്സാപ്പ് ഇട്ടു. പക്ഷേ അന്നേരം ഇവൾ പറഞ്ഞു, ഇനി അമ്മ നമ്മൾ അച്ഛാ പ്രശ്നത്തിനൊന്നും പോകണ്ടച്ചാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തില്ല. പക്ഷേ ആ ഫോണിൽ കിടക്കുന്നുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ. ഇന്നത്തെ ഈ മെൻ്റൽ സ്ട്രെയിനിൽ എന്തായാലും നമ്മളൊരു പുതിയ വാട്സാപ്പ് നമ്മൾ എഴുതി വിടൂലല്ലോ, അത് വേണമെന്നിട്ട് നമ്മൾ കാണിച്ചു തരാം. ഇപ്പോൾ പറഞ്ഞ ഇത്രയും ഈ മിനിഞ്ഞാന്ന് രാത്രി. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ആഷിഖ്, അമ്മു ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബം തറപ്പിച്ചു പറയുകയാണ്. ആർക്കൊക്കെ എതിരെയാണ് കുടുംബം ആരോപണം ഉന്നയിക്കുന്നത്? ഈ പരാതിയൊക്കെ ഏതെങ്കിലും തരത്തിൽ നൽകിയിട്ടുണ്ടോ? ഈ കോളേജിൻ്റെയും അത്തരത്തിൽ ഹോസ്റ്റലിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ?
സ്നേഹ, മാനസികമായും വൈകാരികമായും തകർന്ന നിലയിലാണ് അമ്മുവിൻ്റെ കുടുംബം. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകും. അവർ ആദ്യഘട്ടത്തിൽ പറയുന്നത് ഈ കോളേജിൽ വെച്ച് അമ്മുവിന് ഗുരുതരമായ മാനസിക ശാരീരികമായ പീഡനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സഹപാഠികളായ ചില വിദ്യാർത്ഥികൾ നിരന്തരമായി അമ്മുവിനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ തുടക്കം ആദ്യഘട്ടം മുതൽ തന്നെ പഠനം ആരംഭിക്കുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് സഹോദരൻ അഖിൽ സജീവ് അടക്കം പറയുന്നുണ്ട്. ഇത് റീസെൻ്റ് ആയിട്ടുണ്ടായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോഗ് ബുക്ക് കാണാതെ പോയതുമായി ബന്ധപ്പെട്ടതാണ്. ലോഗ് ബുക്ക്, ഒരു വിദ്യാർത്ഥിനിയുടെ ലോഗ് ബുക്ക് കാണാതെ പോവുകയും അത് അമ്മുവാണ് എടുത്തത് എന്നും മറ്റു സഹപാഠികൾ പറയുകയും അമ്മുവിൻ്റെ റൂമിലേക്ക്, ഹോസ്റ്റലിലെ റൂമിലേക്ക് മറ്റു വിദ്യാർത്ഥികൾ ഇടിച്ചു കയറി പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു. ഇത് വലിയ രീതിയിൽ മാനസിക സംഘർഷം, മാനസികമായി വിഷമം അമ്മുവിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് അമ്മുവിൻ്റെ മാതാപിതാക്കൾ കോളേജിൽ പരാതിപ്പെടുകയും ഇത് ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്തതാണ്. പിന്നീടാണ് അമ്മു ടൂർ കോർഡിനേറ്റർ ആകുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. ഡിസംബറിലാണ് അവസാന വർഷത്തിൻ്റെ അവസാനം ഈ ഒരു ടൂർ, ഒരു വിനോദയാത്ര സംഘടിപ്പിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കോർഡിനേറ്റിംഗ് ചുമതല അമ്മുവിനായിരുന്നു. പക്ഷേ ക്ലാസ്സിലെ ചില വിദ്യാർത്ഥികൾക്ക് ഇതിൽ എതിർപ്പുണ്ടായിരുന്നു. അവർ നിരന്തരമായി അമ്മുവിനെ പ്രയാസപ്പെടുത്തുകയുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുൻപ് കോളേജിൽ സംഘടിപ്പിച്ച ഒരു മെഡിക്കൽ ക്യാമ്പുമായി ബന്ധപ്പെട്ട് ബാക്കി വന്ന തുക ഈ ടൂറിനായി ഉപയോഗിക്കാം എന്ന് അധ്യാപകർ അറിയാതെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് തീരുമാനിച്ചിരുന്നുവെന്നും ഈ തുക മാറ്റിവെച്ച കാര്യം വിദ്യാർത്ഥികളുമായി അധ്യാപകരോട് തുറന്നു പറയുന്നത് ഭയന്ന വിദ്യാർത്ഥിനികളാണ് ഈ സംഭവങ്ങൾക്ക് പിന്നിൽ എന്ന ഒരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. ഇതിൽ അമ്മു ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. ഇതിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് അമ്മുവിൻ്റെ കുടുംബം പറയുന്നത്. അതേസമയം പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇത്തരത്തിൽ ചില മാനസികമായ പ്രശ്നങ്ങൾ അമ്മു നേരിടേണ്ടി വന്നിരുന്നു എന്ന് പോലീസിന്റെ അന്വേഷണത്തിൽ തെളിയുന്നുണ്ട്. പക്ഷേ എന്താണ് സംഭവിച്ചത്? നിലവിൽ പോലീസിന്റെ നിഗമനം ഇത് ആത്മഹത്യ തന്നെയാണ് എന്നുള്ളതാണ്. സ്നേഹ.